എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും മിലു കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ മിലു കിച്ചണിൽ നമ്മളൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മീൻ അച്ചാറാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. കാരണം ഇത് നല്ലൊരു ടേസ്റ്റാണ്. കാരണം അമ്മ ഇത് നല്ലതായിട്ട് ഫ്രൈ ഒക്കെ ചെയ്ത് നല്ല മുളകിലൊക്കെ നന്നായിട്ട് പുരട്ടിയെടുത്ത് ഈ ഒരു അച്ചാർ മാത്രം മതി നമുക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട്, വേറെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ മീനച്ചാർ ഇടുന്നതിനായിട്ട് മീനെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പീസുകളാക്കണം. പീസുകളാക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണേലും പീസാക്കാവുന്നതാണ്. വലിയതായിട്ടോ മീഡിയം ആയിട്ടോ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് പീസ് ആക്കിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ദശ കട്ടിയുള്ള മീനുകൾ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം മീനച്ചാർ ഇടാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും. സോഫ്റ്റായിട്ടുള്ള മീനുകളൊക്കെ ആകുമ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളച്ചൂരയാണ്. നമുക്ക് മോതയും കേരയും ഒക്കെ ഇടാവുന്നതാണ് മീനച്ചാറിന്. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് ഇത് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലെല്ലാം നന്നായിട്ട് പുരട്ടി നമ്മളൊരു 30 മിനിറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റിൽ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 1 hour ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. ഞാനിവിടെ ഒരു 30 മിനിറ്റാണ് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മീനെല്ലാം നന്നായിട്ട് പീസാക്കി അരച്ച് പുരട്ടിയിട്ട് വരാം. നമുക്ക് മീൻ അരച്ച് പുരട്ടാനായിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിത് നന്നായിട്ട് അരച്ച് പുരട്ടി പിടിപ്പിക്കണം മീനിലോട്ട് ഈ മസാലയൊക്കെ. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1 കിലോ മീനിന് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ സാദാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ മീനിൽ അരച്ച് തേച്ച് പിടിപ്പിക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ച് തേച്ച് പിടിപ്പിച്ചെടുത്തിട്ട് വരാം. മീനെല്ലാം നമ്മൾ നന്നായിട്ട് അരച്ച് പുരട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ടാണ് ഇത് നന്നായിട്ട് പുരട്ടിയെടുത്തത്. നിങ്ങൾ കൈ ഉപയോഗിച്ച് വേണം ഇത് നന്നായിട്ട് പുരട്ടിയെടുക്കാനായിട്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ മസാലയൊക്കെ മീനിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ഒരു രീതിയിൽ. അപ്പം നമുക്കിനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് നമ്മുടെ ഈ മീനിൻ്റെ കഷ്ണത്തിലൊക്കെ ഈ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1 hour, കുറഞ്ഞതൊരു 30 മിനിറ്റിൽ നമ്മളിത് വെക്കണം. സമയമുള്ളവർ ഒരു 1 hour നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഞാനിവിടെ ഒരു 30 മിനിറ്റ് ഞാനിപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻ ഇപ്പം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ മസാലയൊക്കെ, അതായത് നമ്മുടെ പൊടികളെല്ലാം പുരണ്ട് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. നമ്മുടെ അച്ചാർ അധിക നാൾ കേടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ കേടായി പോവും. അതുകൊണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. നമ്മുടെ മീൻ അങ്ങ് ഒത്തിരി ഡീപ്പ് ഫ്രൈ ആയിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഒന്ന് സോഫ്റ്റായിട്ട് എടുത്താൽ മതി. ഇച്ചിരി സോഫ്റ്റായിട്ട് നമ്മളിത് എടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇളക്കാൻ വേണ്ടി. ഇല്ലെന്നുണ്ടെങ്കിൽ മീനങ്ങ് പൊടിഞ്ഞു പോവും. ഇപ്പോൾ ചെറുതായിട്ട് ഒരു സൈഡൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മീൻ കഷ്ണം മൂപ്പിച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. മീനെല്ലാം നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. ഞാൻ ഈ എണ്ണ കളയുന്നില്ല. ഈ എണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ അച്ചാറിടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു 2 കുടം വെളുത്തുള്ളി
അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു 8 പച്ചമുളക്. ഇത്രയുമാണ് ഞാനിവിടെ ഇത് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഒത്തിരി മൂത്ത് പോകണ്ട, ഒരു കുറച്ചൊന്ന് വെന്ത് കിട്ടിയാൽ മതി. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ എണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ ഇടുന്നത്. ആ എണ്ണയിൽ നമ്മുടെ മസാല എല്ലാം, നമ്മുടെ മീൻ വറുത്ത എണ്ണ ആയതുകൊണ്ടേ ആ മസാലയൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് അത് കളയേണ്ട കാര്യമില്ല. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതുണ്ടോ, നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട, ഈ ഒരു രീതിയിൽ വെന്ത് വന്നാൽ മതി. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് പൊടികൾ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി ഒന്ന് മൂക്കണ്ട, ആ കളർ അങ്ങ് കരിഞ്ഞു പോകണ്ട, ഒരു മീഡിയം രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു അര ടീസ്പൂൺ കായം പൊടിച്ചത്. ഇതിലേക്ക് നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് നമ്മളിവിടെ ഇത് ചെയ്തെടുക്കുന്നത്. നമ്മൾ അരച്ച് പുരട്ടുന്നു, വറക്കുന്നു, പിന്നെ നമ്മൾ അച്ചാറിടുന്നു. ഇപ്പം നമ്മൾ അരച്ച് പുരട്ടാൻ നേരത്ത് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ നോക്കിയിട്ട് വേണം നമ്മൾ ഇനി ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കുവാണ്. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരു കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നമ്മുടെ ഗ്രേവി നന്നായിട്ട് ഒരു വെള്ളം പോലായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ മീൻ ഇടുന്നുണ്ടെങ്കിൽ ഈ മീനേൽ ഇതെല്ലാം അങ്ങ് പിടിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് വേണം നമ്മൾ വിനീഗർ ഒഴിക്കാനായിട്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീനച്ചാർ ഇരിക്കത്തില്ല, കേടായിട്ട് പോവും. അതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഇപ്പോൾ ഒത്തിരി നാളൊന്നും ഇരിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് തിളപ്പിച്ച് ആറിച്ച വെള്ളം നമുക്കിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എന്താണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഈ മീൻ യോജിപ്പിക്കണം. നമ്മുടെ വിനാഗിരി മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കത്തക്കവണ്ണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇത് കണ്ടോ, ഇത്രയുമേ നമ്മളിവിടെ ഗ്രേവി ആയിട്ട് എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് തിക്കായിട്ടിരിക്കുന്ന ഒരു മീനച്ചാറാണ്. നമ്മുടെ ഈ ഗ്രേവി വിനീഗറെല്ലാം ഈ മീനിലോട്ട് ഇപ്പോൾ പിടിക്കും. ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉണക്കിയ ഗ്ലാസിൻ്റെ ബോട്ടിൽ മാത്രമേ നമ്മളിത് സൂക്ഷിച്ച് വെക്കാൻ പാടുള്ളൂ. നമ്മൾ വിനീഗറൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല ഉണങ്ങിയ ഗ്ലാസ് വെള്ളമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മീനച്ചാർ അഴുക്കായി പോവും. പിന്നെ മീനച്ചാർ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ബോട്ടിലാക്കി വെക്കാൻ പാടുള്ളൂ. നമുക്കിപ്പോൾ 2 ദിവസം നമ്മൾ പുറത്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിത് 2-3 മാസം വരെ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കൂട്ടാവുന്നതാണ്. നമ്മൾ വിനീഗർ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം, ആ വിനീഗറിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത്ര നമുക്ക് വലിയ എണ്ണയൊന്നും വേണ്ട. നമ്മൾ ആ വറുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മളിവിടെ അച്ചാറിടുന്നത്. ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ നമ്മുടെ അച്ചാർ വന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം.
അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ മീനച്ചാർ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. മീനച്ചാർ എല്ലാവരും ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മീനച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞങ്ങൾ സാധാരണ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് മീനച്ചാർ ഉണ്ടാക്കിക്കൊണ്ട് വരാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോകാത്തത് കൊണ്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കി നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ മീനച്ചാർ ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞങ്ങളുടെ അടുത്തൊരു വീഡിയോയും വരുന്നവരെ നന്ദി, നമസ്കാരം.